KSRTC നാളെ പണിമുടക്കുണ്ട്. ആ പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത് നാളെ എന്ന് പറഞ്ഞാൽ ഇന്ന് അർദ്ധരാത്രി മുതൽ, തിങ്കളാഴ്ച അർദ്ധരാത്രി മുതലാണ് പണിമുടക്കിന് ആഹ്വാനം നൽകിയിരിക്കുന്നത്. ആഹ്വാനം നൽകിയിരിക്കുന്നത് TDF എന്ന ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ INTUC യൂണിയനുകളുടെ ഒരു കൂട്ടായ്മയാണ്. അവരാണ് പണിമുടക്കിന് ആഹ്വാനം നൽകിയിരിക്കുന്നത്. ഈ പണിമുടക്കുമായി മുന്നോട്ട് പോകും, അതായത് ഫെബ്രുവരി 4 പ്രഖ്യാപിച്ച പണിമുടക്കുമായി മുന്നോട്ട് പോകും എന്ന് TDF അറിയിച്ചിട്ടുണ്ട്. ശമ്പള വിതരണം, KSRTC ജീവനക്കാർക്കുള്ള ശമ്പള വിതരണം എക്കാലത്തെയും ഒരു വലിയ പ്രശ്നമാണ്, പ്രതിസന്ധിയാണെന്ന് നമുക്കറിയാം. അവരുടെ അത് മുടങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിഹാരം വേണം എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത്. സമരത്തിനെതിരെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. നമുക്ക് ആ പ്രതികരണം എന്താണെന്ന് കേൾക്കാം. ഈ സമരം എങ്ങനെയാണ് സാധാരണക്കാരായ ആളുകളുടെ നാളെ തൊട്ടുള്ള അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നത് എന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ഈ സമരപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് നിലവിലുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി അവർ ഉന്നയിക്കുന്നത് കൃത്യമായി ശമ്പളം KSRTC ജീവനക്കാർക്ക് നൽകണം എന്നുള്ളതാണ്. ന്യായമായ ആവശ്യമാണ്. പക്ഷേ ഈ സമരം അത് ആരെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. ഗതാഗത മന്ത്രി ശക്തമായ ഭാഷയിൽ ഇതിനെതിരെ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ആദ്യം കാണാം. തിരിച്ചും മറിച്ചും നിങ്ങൾക്ക് മാസത്തിൽ ഒരുമിച്ച് ശമ്പളം തരാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ സ്വപ്നമായിരുന്നു. അത് സാധിച്ചു തന്ന ഞാൻ നിങ്ങൾക്ക് 1-ാം തീയതി ശമ്പളം തരുമെന്ന് ഞാൻ തന്നിരിക്കുക. അതിന് സമരം ചെയ്താൽ കിട്ടുമെന്ന് ആരും വിചാരിക്കേണ്ട. പണിമുടക്കി തൊഴിലാളി എന്തായാലും ഇപ്പോൾ ഉടനെ കൊടുക്കുന്നതിന് സർക്കാരിന്റെ നീക്കങ്ങളൊക്കെ കറക്റ്റായിട്ട് സർക്കാർ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 1-ാം തീയതി ശമ്പളം കൊടുക്കും, ആദ്യത്തെ ആഴ്ച ആദ്യം, പിന്നെ 1-ാം തീയതി ശമ്പളം കൊടുക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുമെന്ന് KSRTCയിലെ മുഴുവൻ ജീവനക്കാർക്ക് ബോധ്യമുള്ളപ്പോൾ അതിനുവേണ്ടി ഒരു പണിമുടക്ക് സംഘടിപ്പിച്ച് നാളത്തെ വരുമാനം കുറച്ചുകൊണ്ട് KSRTC നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് KSRTC ജീവനക്കാരോടുള്ള സ്നേഹമല്ല എന്ന് മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയം ഒന്നും പറയുമല്ല, ഞാൻ രാഷ്ട്രീയം പറയത്തില്ല. അപ്പോൾ ശമ്പളം 1-ാം തീയതി കൊടുക്കും എന്ന് ഉറപ്പ് നൽകിയിട്ട് പിന്നെയും സമരത്തിലേക്ക് പോകുന്നതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതികരണമാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നമ്മൾ ഈ കേട്ടത്. ഇനി ആവശ്യം ന്യായമാണ് എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയവും വേണ്ട. അവർക്ക് ശമ്പളം കൃത്യമായി നൽകണം. അത്യധ്വാനം ചെയ്യുന്ന ജീവനക്കാർക്ക് അവർ സമരത്തിലേക്ക് പോകേണ്ടതല്ല, അവർക്ക് കൃത്യമായി സാലറി നൽകേണ്ടതാണ്. പക്ഷേ സമരത്തിൽ പോയതുകൊണ്ട് ആർക്കും ശമ്പളം കൃത്യമായി കിട്ടുമെന്ന് കരുതണ്ട എന്ന ഒരു വാക്കുകൂടി ഗതാഗത മന്ത്രി പറഞ്ഞിട്ടുണ്ട്. സലീം മാലിക് ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, ഈ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ എന്ന INTUC യൂണിയനുകളുടെ ഒരു കൂട്ടായ്മയാണല്ലോ ഇന്ന് അർദ്ധരാത്രി മുതൽ KSRTCയിൽ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സമരം എങ്ങനെയാണ് പൊതുജനങ്ങളെ ബാധിക്കുക? എത്ര സർവീസുകൾ മുടങ്ങാൻ സാധ്യതയുണ്ടോ? പ്രശ്നപരിഹാരത്തിന് വേണ്ടി എന്തെങ്കിലും ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്? ഇപ്പോൾ ഗതാഗത മന്ത്രി വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഈ സമരത്തിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. ഗോപി, തീർച്ചയായും ഇന്ന് അർദ്ധരാത്രി മുതലുള്ള ഈ സമരം അത് സാധാരണക്കാരെ ബാധിക്കാനിടയുണ്ട്. കാരണം TDF മാത്രമല്ല, പ്രതിപക്ഷ സംഘടനകളിൽ ചിലരൊക്കെ ആ സമരത്തിന് പിന്തുണ നൽകും എന്നറിയുന്നു. ഔദ്യോഗികമായി പിന്തുണ നൽകില്ലെങ്കിൽ പോലും വലിയ വിഭാഗം KSRTC ജീവനക്കാർ ഈ സമരത്തിൽ പങ്കെടുക്കും. ഈ TDFന്റെ തന്നെ നേതാക്കൾ പറയുന്നത് KSRTCയിലെ ഭൂരിപക്ഷം ബസ്സുകളും നാളെ സർവീസ് നടത്തില്ല എന്നുള്ളതാണ്. ഈ സമരത്തിനൊപ്പം ചേരും, TDF സംഘടനയിൽ അംഗമല്ലാത്തവർ കൂടി സമരത്തിനൊപ്പം ചേരുമെന്നാണ് TDF നേതാക്കൾ പറയുന്നത്. എന്തായാലും TDF KSRTCയിലെ ഒരു വലിയ സംഘടനയാണ്, നിരവധി ജീവനക്കാർ അവരുടേതായുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവർ പണിമുടക്കുന്നതോടുകൂടി ഈ സർവീസ് നാളെ നടത്തുന്ന KSRTCയുടെ സർവീസിൽ കാര്യമായ എണ്ണക്കുറവുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് സാധാരണക്കാരെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ആ സമരം ബാധിക്കും. ഇതിൽ പ്രശ്നപരിഹാരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച നടത്തിയിരുന്നു. KSRTCയിൽ നിന്ന് തന്നെ ആ ചർച്ച നടക്കുകയും ചെയ്തിരുന്നു. KSRTC MD പ്രമോദ് കുമാർ നേതാക്കന്മാരുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ഇവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ പലതിനും തീരുമാനമാവാത്തതോടുകൂടി ആ ചർച്ച പരാജയപ്പെട്ടു. അതിന് പിന്നാലെ 24 മണിക്കൂർ സമരവുമായി തന്നെ മുന്നോട്ട് പോകും എന്നാണ് അറിയിക്കുകയും ചെയ്യുന്നത്. പല ആവശ്യങ്ങൾ, വിവിധ ആവശ്യങ്ങളാണ് ഈ സമരത്തിൽ TDF ഉന്നയിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് എല്ലാ മാസവും 1-ാം തീയതി തന്നെ ശമ്പളം വിതരണം ചെയ്യുക എന്നുള്ളത്. നേരത്തെ തന്നെ മന്ത്രി ഉൾപ്പെടെയുള്ളവർ 1-ാം തീയതി ശമ്പളം വിതരണം ചെയ്യാനുള്ള പരമാവധി ശ്രമം നടത്തും എന്ന് പറഞ്ഞെങ്കിലും അത് ഇതുവരെ നടപ്പിലായിട്ടില്ല. വരും മാസങ്ങളിൽ അങ്ങനെ തന്നെ നടക്കും എന്ന് മന്ത്രി ഉൾപ്പെടെ ഉറപ്പ് പറയുമ്പോഴും ആ സമരം അത് കൊടുത്തതിന് ശേഷം 1-ാം തീയതി കൊടുത്തതിന് ശേഷമേ അത് വിശ്വസിക്കൂ എന്ന നിലയിലാണ് ഇവർ പറയുന്നത്. ഒപ്പം തന്നെ മറ്റ് വിവിധ ആവശ്യങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യം DA കുടിശ്ശിക പൂർണ്ണമായും വിതരണം ചെയ്യുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ശമ്പള പരിഷ്കരണ കരാറിൻ്റെ സർക്കാർ ഉത്തരവ് ഇറക്കുക എന്നുള്ളതാണ്. ശമ്പളം പരിഷ്കരിച്ചുകൊണ്ട് ഉള്ള ഉത്തരവ് ഇറക്കണമെന്നത് ഏറെക്കാലമായുള്ള ഇവരുടെ ആവശ്യമാണ്. പക്ഷേ അതിൽ മാത്രം ഒരല്പം വൈകിയാലും അത് ചെയ്യും എന്ന ഇടയ്ക്ക് ഗതാഗത മന്ത്രി പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ വിവിധ ആവശ്യങ്ങളുണ്ട്. ഒപ്പം തന്നെ കാലാവധി കഴിഞ്ഞ ബസ്സുകളിൽ ഹിതപരിശോധന നടത്തുക. ആവശ്യങ്ങൾ ന്യായമാണ്. പക്ഷേ ഗതാഗത മന്ത്രി പറയുന്നത് സാലറി 1-ാം തീയതി കൊടുക്കും എന്ന് പറഞ്ഞാൽ കൊടുക്കും. അതിൽ കാത്തിരിക്കും.
ആലോചിക്കാതെ സമരത്തിലേക്ക് ഇറങ്ങുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറയുന്നു. രാഷ്ട്രീയം പറയുകയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. ജോസ്വിൻ ജോസഫ് എന്ന പ്രേക്ഷകൻ സ്ഥിരമായി ഈ പരിപാടിയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കുറിക്കാറുള്ള പ്രേക്ഷകരിൽ ഒരാളാണ്. ജോസ്വിൻ എഴുതുന്നു, സാലറി കിട്ടാതെ വരുമ്പോൾ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ജോസ്വിൻ എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ജോസ്വിൻ അത് എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒരു മാസം സാലറി കിട്ടിയില്ലെങ്കിൽ നമ്മളെല്ലാവരും ജീവിതം KSRTC പോലെ തന്നെ കട്ടപ്പുറത്താകും, അതിൽ സംശയമില്ല. അതുകൊണ്ട് സാലറി കൃത്യമായിട്ട് അവർക്ക് വേണം എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഒരു സംശയവും നമുക്ക് ആ കാര്യത്തിലില്ല. അവർ വളരെ ന്യായമായ ആവശ്യമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഇത് സമരത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ജോസ്വിൻ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകളെയാണ്. ഇപ്പോൾ നാളെ രാവിലെ വീട്ടമ്മമാർ, ജോലിക്ക് പോകുന്നവർ, ആളുകൾ, അവരൊക്കെ എങ്ങനെയാണ് ഈ സമരം ബാധിക്കാൻ പോകുന്നതെന്ന് ജോസ്വിൻ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് മന്ത്രി ഈ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തും എന്ന് നമുക്ക് കരുതാം.